ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അശ്വിൻ വീണ്ടും ശ്രുതിയുടെ തൻ്റെ പ്രണയം പറയാൻ വേണ്ടി പോകുമ്പോൾ പറഞ്ഞോളൂ സാർ പറഞ്ഞോളൂ എന്ന് ശ്രുതി പറയുമ്പോൾ അത് പിന്നെ എനിക്ക് അത്രയും പറയുമ്പോൾ തന്നെ ഫോൺ ബെല്ലടിക്കുകയാണ്. അശ്വിൻ ഫോൺ എടുക്കുമ്പോഴേക്കും അഞ്ജലിക്ക് ഇനി അപകടം പറ്റിയ കാര്യം അറിയുകയാണ്. പക്ഷേ അഞ്ജലിക്കൊന്നും പറ്റത്തില്ല കേട്ടോ. കയ്യിലും നെറ്റിയിലൊക്കെ ചെറിയ മുറിവ് മാത്രമേ പറ്റുള്ളൂ. അശ്വിൻ പൊട്ടിക്കരയാണ്. എൻ്റെ ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചു, എനിക്കിപ്പോൾ സഹിക്കാൻ പറ്റില്ല, എൻ്റെ അമ്മയും അച്ഛനും എല്ലാം ചേച്ചിയാണെന്ന് പറഞ്ഞ് പൊട്ടിക്കരയാണ്. അതിന് എനിക്കൊന്നും സംഭവിച്ചില്ലടാ എന്ന് പറയുകയാണ്. അങ്ങനെ രണ്ടുപേരും കെട്ടിപ്പിടിച്ചിങ്ങനെ കരയാണ്. ശേഷം ആ ചേച്ചിക്ക് അങ്ങനെ ഒന്നും സംഭവിച്ചില്ലല്ലോ. അതുകൊണ്ട് അശ്വിൻ വീണ്ടും ശ്രുതിയെടുത്ത് പ്രണയം പറയാമെന്ന് വെച്ചിട്ട് മുകളിലേക്ക് പോകുമ്പോൾ ശ്രുതി അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുമായിരിക്കട്ടെ, അശ്വിൻ വരുന്നതും കാത്തിട്ട്. ആ സമയത്ത് ശ്രുതിയുടെ തോളത്ത് ആരോ കൈ വെക്കുന്നുണ്ട്. ശ്രുതി വേഗം അശ്വിനാണെന്ന്. ശ്രുതി നാണത്തോടു കൂടി തന്നെ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ശ്യാമിനെ കാണുവാണ്. ശ്രുതിനെ കാണുന്നത് ശ്യാം പെട്ടെന്ന് തന്നെ കെട്ടിപ്പിടിച്ചിട്ട് പിടിവിടാതെ രീതിയിൽ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ മുറുക്കി നിൽക്കുവാണ് കേട്ടോ. ആ സമയത്താണ് അശ്വിൻ അങ്ങോട്ടേക്ക് വരുന്നത്. അശ്വിൻ നോക്കുമ്പോഴേക്കും ശ്യാം ശ്രുതിനെ കെട്ടിപ്പിടിച്ച ഭാഗമാണ് കാണുന്നത്. അശ്വിൻ ആകെ തെറ്റിദ്ധരിക്കുന്ന ഒരു എപ്പിസോഡാണ് നാളത്തെ എപ്പിസോഡ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.